പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ മുൻപ് നോക്കിക്കൊണ്ടിരുന്നത് യേശു തന്നെ കർത്താവെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പുത്രനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഇത് ഒന്ന് എന്ന് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടത്. തിരിച്ച് യേശു തന്നെ ക്രിസ്തു, ഇതും എല്ലാവർക്കും അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് ആണ് ഈ ക്രിസ്തു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് എന്നത് പിന്നെ ഒന്ന് എന്നേ പറയുള്ളൂ. ഈ വിളിക്കുന്നവരെല്ലാം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരെല്ലാം ഇത് ഒന്നാണ്, ഇത് മൂന്നെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയല്ല. ഈ മൂന്ന് എന്ന് വെളിപ്പെട്ടതിൻ്റെ ആത്മീക നാമം ഇത് ആക്ഷരിക നാമം. എങ്കലിടറാത്തവൻ ഭാഗ്യവാൻ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യേശു തന്നെ ക്രിസ്തു എന്ന്, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ യേശു ഒരു പ്രാർത്ഥിക്കാനായിട്ട് ഒരു കാര്യം മുൻപ് പറയാണ്. യേശു ജീവിച്ചിരിക്കുന്ന സമയത്ത്, അതായത് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് യേശു പറയുന്നൊരു മർമ്മപ്രധാനമായ കാര്യമാണ്. ഇതിൻ്റെ മർമ്മം എന്താണെന്ന് പറഞ്ഞുതരാം. യോഹന്നാൻ 16:23 യേശു പറയാണ് ശിഷ്യന്മാരോട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരോട് മാത്രം, ബാക്കിയാർക്ക് അറിയില്ല, ഇന്നും ഗ്രഹിച്ചിട്ടില്ല, അവരിത് പഠിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല. അതായത് യേശു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് വരുന്ന സമയത്ത് പറയാണ്, ഉയർത്തെഴുന്നേറ്റ് പോയതിന് ശേഷമുള്ള കാര്യം. അന്ന് നിങ്ങൾ, ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾ പുത്രൻ്റെ നാമത്തിൽ ചോദിപ്പിൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും എന്ന് പറഞ്ഞു, അല്ലേ? ഇതാണ് യേശു പറഞ്ഞത്. ഇനി യേശു പോയി പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം, അത് പുതിയ നിയമസഭയുടെ പരിശുദ്ധാത്മാവ് ലഭിച്ച വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. അന്ന് നിങ്ങൾ, ആ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ, നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ, ദേ ഉറപ്പാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മർമ്മം പറയാൻ പോവുകയാണ്. നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് എൻ്റെ നാമത്തിൽ തരും. അടുത്ത് നോക്കുക, 16:25. ഇത് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ. അതായത് സാദൃശ്യം എന്താ? പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കും, പിതാവ് നൽകും എൻ്റെ നാമത്തിൽ. ഇത് സാദൃശ്യം, രണ്ടെണ്ണം ഉണ്ട് സാദൃശ്യപ്പെടുത്താനായിട്ട്. പക്ഷേ ഇനി അടുത്തൊരു കാര്യം നോക്കുക. എങ്കിലും ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ, ഇത് രണ്ടായിട്ട് സംസാരിക്കാതെ, പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. ഈ പിതാവ് വേറെ എന്നും പുത്രൻ വേറെ എന്നും പഠിപ്പിച്ചിരുന്നു. യേശു എന്ന ശരീരത്തിൽ നോക്കുമ്പോൾ പിതാവ് വേറെ എന്ന് അവർ പഠിപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കലേക്ക് വന്ന ശിഷ്യന്മാർ പറയാണ്, ഇനി ഞാൻ സാദൃശ്യം കൂടാതെ, ഞാനും പിതാവ് ഒന്നാണ്, ഞങ്ങൾ ഏകനല്ല, ഞാൻ അനാഥനല്ല എന്നൊക്കെ ഇന്നും ഈ രണ്ടാക്കാനായിട്ട് അവരതെല്ലാം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതുകൊണ്ട്. പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് വെളിപ്പെടുള്ളൂ. പിന്നെ സാദൃശ്യമായിട്ടല്ല അവർ സംസാരിക്കുന്നത്, സ്പഷ്ടമായി വ്യക്തി. ഞാനിപ്പോൾ പറയുന്നില്ലേ, ഈ പിതാവ് എന്ന യഹോവയായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു ശരീരത്തിൽ വന്നത്. അവൻ തന്നെയാണ് ശരീരം മുകളിലോട്ട് പോയിട്ട് ഞാൻ പോയി കുറഞ്ഞു വന്ന് കഴിഞ്ഞാൽ ലോകാവസാനം നിങ്ങളോടുണ്ട്. സ്പഷ്ടമായി പറയുന്നു. അവർക്ക് ഗ്രഹിക്കില്ല. കാര്യം എന്താ? അവർ ജ്ഞാനത്തിൽ ആശ്രയിക്കുകയാണ്. ഈ 3 അക്ഷരത്തിൽ നോക്കുന്നു, അത് കൊല്ലുന്നു. പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. ആരാണ്? ഞാൻ അറിയിക്കുന്ന നാഴിക എന്നാണ് പറഞ്ഞത്. ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ കുറിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. ആരാ അറിയിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. സകല സത്യത്തിലും. ഇതെല്ലാം 2, 3 ആയിട്ട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് വെളിപ്പാട് സകല സത്യത്തിലും വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അന്ന് ആരറിയിക്കും? ഞാൻ അറിയിക്കുന്ന നാഴിക എന്ന ഈ പരിശുദ്ധാത്മാവ് ഞാൻ തന്നെ. ഇതുപോലെ ഓരോ വചനത്തിൻ്റെ ഉള്ളിൽ മർമ്മം നിഗൂഢമായ രഹസ്യങ്ങൾ കിടക്കുകയാണ്. ഞാനിപ്പോൾ സിമ്പിളായി പറഞ്ഞു തന്നു. ഇതാദ്യമായി ഗ്രഹിക്കുകയും കേൾക്കുകയും അതിൽ ഉറക്കുകയും ചെയ്യുന്നവരുടെ ആത്മദാഹം എനിക്ക് മനസ്സിലാകും. അവരവിടെ അടങ്ങിയിരിക്കുകയും ചെയ്യരുത്, പാറപ്പുറത്ത് വീഴുന്നതാവുകയും ചെയ്യരുത്. അപ്പം സ്പഷ്ടമായി സംസാരിക്കുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അത് ഞാൻ തന്നെ പറയുന്നത്. ഇനി യോഹന്നാൻ 16:26, അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. നേരത്തെ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന പിതാവ് എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നൽകും. ഒരു മർമ്മം പറയണേ. എല്ലാം വായിച്ച് പഠിപ്പിക്കുന്നുണ്ട്, സത്യം ഗ്രഹിക്കുന്ന നോക്കുക. അന്ന് പരിശുദ്ധന്മാർ വരുന്ന സമയത്ത് ആത്മാവിൽ വഴി നടത്തുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, വല്ലതും പിടികിട്ടണ. യേശു ആദ്യം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ
അപ്പോൾ പിതാവിനോട് അപേക്ഷിച്ചിട്ട് പിതാവിനോട് പറയും, നൽകാൻ പറയും. പിതാവ് എൻ്റെ നാമത്തിൽ തരും. അപ്പോൾ അവിടെ മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തു നിന്ന് പറയുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുന്ന നാളിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ കൊടുക്കണം എന്ന് പറയില്ല. കാര്യം എന്താ? ഞാനാണ് നിങ്ങളുടെ ഇരിക്കുന്നത്. അപ്പോഴേക്കും ഞാനും പിതാവും ഒന്ന്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരെന്നും പിതാവാരെന്നും പുത്രനാരെന്നും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പിന്നെ ഇനി പുത്രൻ അവിടെ ഇരുന്ന് പറയുമെന്ന് പറയില്ല. കാര്യം എന്താ? ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം തന്നെ നേരിട്ട് നിങ്ങൾക്ക് നൽകും. അതാ പറയുന്നത് യോഹന്നാൻ 16:26, അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കണ്ടോ എത്ര സ്പഷ്ടമായി വചനം പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ചർച്ചിലാണെങ്കിൽ ഞാൻ കുറേ കൂടെ നിർത്തി നല്ല വ്യക്തമായി ഉദാഹരണ സഹിതം പറഞ്ഞു. ഇതിപ്പം ടി വിയിലേക്ക് വേണ്ടിയിട്ടല്ലേ, ടൈമിംഗ് ഉണ്ട്. നിങ്ങൾ അറിയാൻ ദാഹമുള്ളവർ വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോസ്തല പ്രവൃത്തികൾ 7:25. പിന്നെ സഭയിലുള്ള ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഠിപ്പിക്കുന്ന 7 മുദ്രകളുടെ മർമ്മമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്ന വെളിപ്പാട്. അതൊന്നും നിങ്ങൾ യൂട്യൂബിൽ കൊടുക്കില്ല. കാര്യം അത് ദൈവം ഈ സഭ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലുള്ള എല്ലാ സഭകൾക്കും മറച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയാൽ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് വളരെ മർമ്മപ്രധാനമായ കാര്യമുണ്ട്. അത് എത്ര വലിയ വിശ്വാസി ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാകുന്നു എന്ന് പറയുന്ന വ്യക്തികൾ പോലും തള്ളിക്കളയാം. കാര്യം എന്താ? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവൊന്നുമില്ല. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് തെറ്റായ മന്ന കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് മരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്നാനം വേണമെങ്കിൽ തരും, അല്ലെങ്കിൽ സ്നാനം അത് തന്നെ മതി. പക്ഷേ അത് വിട്ടുപേക്ഷിക്കണം, പൂർണ്ണമായും വിട്ടുപേക്ഷിച്ചിട്ട് അവളെ വിട്ടു പോരുവൻ. എന്നിട്ട് ശരിയായ മന്ന കഴിക്കുമ്പോൾ ആത്മീയ വളർച്ച പ്രാപിക്കുന്നത്. അന്ന് ശിശുവായിരിക്കുമ്പോൾ പാല് കുടിക്കുക, വളരുമ്പോഴാണ് കട്ടിയാഹാരം കഴിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ കാര്യവും ഇവിടെ പറയില്ല. സഭയിലും ബുധനാഴ്ചകളിൽ മർമ്മപ്രധാനമായ ഭാഗങ്ങളെടുക്കും, ഞായറാഴ്ച എടുക്കും. അതൊന്നും നിങ്ങൾ പബ്ലിക്കായിട്ട് കൊടുക്കില്ല. ഇപ്പോൾ പൊതുവിൽ ഒരുവിധം പറയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കി നിങ്ങൾ വിളിച്ചാൽ പറയാം. ഒരു പണ്ഡിതനും പറയാൻ പറ്റില്ല. ഞാൻ അവിടേക്ക് ഇരുന്നതാ, ഇതെല്ലാം ശുശ്രൂഷിച്ചിരുന്നതാ. ഇപ്പോഴാണ് ദൈവത്തിൻ്റെ മർമ്മം മനസ്സിലായത്. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 7:55 ഒരു മർമ്മം പറയാൻ പോകണേ, മറ്റൊരു മർമ്മം കൂടി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായതോ ഈ സഭാപുരോഹിതന്മാർ മനസ്സിലായതോ അല്ല. ഇന്നലെ മെനിയെന്നൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചാണ്, ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ദാവീദ് കർത്താവെ എന്ന് വിളിച്ചു, എന്താണെന്ന് ഒരു കാര്യം പറയാം. ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തല സഭകൾക്ക് ഇന്നും മറച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ച് പുറത്ത് വന്നാൽ മാത്രം പറഞ്ഞു തരേണ്ടതാണ്. കർത്താവിനോട് ക്ഷമിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7:55 ശ്രദ്ധിച്ച് കേൾക്കുക. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ശ്രദ്ധിച്ചു കേൾക്കാൻ, ഈ പൈശാചിക പുരോഹിതന്മാരെന്ന് തന്നെ ബൈബിൾ വിളിച്ചിരിക്കുന്നത്. ഈ ദൈവാത്മാവ് പ്രാപിക്കാത്ത ഈ മനുഷ്യർ തെറ്റിച്ച് എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ വിളിച്ചു. ഞാനത് എക്സാക്ട് കുറച്ച് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച് ബാക്കിയുള്ള കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തോ ആരോ എവിടെയോ ഇരുന്ന് ദാഹിക്കുന്നുണ്ടാവാം. പലരും അങ്ങനെ വിളിക്കുന്നുണ്ട്. 1-2 വ്യക്തി മതി. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന ഇതൊക്കെ ചേർത്ത്, ഇന്നലെ രാത്രി ഇന്ന് രാവിലെ കൊണ്ട് ഇതൊക്കെ ഇതിൽ ചേർത്തിട്ട് ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നിഗൂഢമായ രഹസ്യം തന്നെയാണ്. ഇവർക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അവർ വ്യക്തമായി പറയില്ലേ, നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇതാണ് അതിൻ്റെ മർമ്മം. സ്റ്റേഫാനോസ് നോക്കുന്നതിന് മുമ്പ് അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ തിരിച്ചറിയും. അന്ന് ഞാൻ പിതാവിനോട് ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് മനസ്സിലായി, ഒറ്റ ആത്മാവാണ് 3 രീതിയിലും. ഞാൻ നോക്കൂ, അമ്മയ്ക്കും പപ്പയ്ക്കും പുത്രനാണ്, ഭാര്യയ്ക്ക് ഭർത്താവാണ്, കുഞ്ഞിനും പിതാവാണ്. ഒരു വ്യക്തി തന്നെയാണ്. പുത്രത്വത്തിൻ്റെ സ്വഭാവം എന്നിലുണ്ട്, ഭർത്താവിൻ്റെ ഗുണഗണങ്ങൾ എന്നിലുണ്ട്. അപ്പോൾ ഞാൻ വ്യക്തി ഒന്നാണ്, നാമം ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഈ 3 സ്ഥാനത്ത് വെളിപ്പെട്ട് വന്ന ഒരു കർത്താവാണ്. പക്ഷേ നിങ്ങൾ പരിശുദ്ധാത്മാവിലാകാത്തത് കൊണ്ടാണ് ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവർ 3 കാണിക്കാൻ, 1 കാണിക്കാൻ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർ പരിശുദ്ധാത്മാവിലല്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കൂ, വേറൊരു കാര്യം പറയാം. ദാവീദും പരിശുദ്ധാത്മാവിലായിട്ട കർത്താവിനോട് പറയാം, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നിങ്ങളും പരിശുദ്ധാത്മാവ് പ്രാപിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അവിടെ എന്താ കണ്ടത്? ദൈവത്തെയും കണ്ട് മനുഷ്യപുത്രനെയും കണ്ടെന്ന് അവർ പറയുന്നത്. എന്തൊക്കെയാണ് കണ്ട് ശ്രദ്ധിച്ചു നോക്കുക. ദൈവമഹത്വം കണ്ടു, ദൈവത്തെ കണ്ടില്ല. ദൈവമഹത്വം, അതായത് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവസിംഹാസനത്തിലെ തേജസ് അവർ കണ്ടു. ആരുടേതൊന്നും കാണുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം അവർ കണ്ടു, തേജസ് കണ്ടു. അടുത്തോ, ദൈവത്തിൻ്റെ ആ കണ്ട തേജസ് എന്ന മഹത്വം, അതിൻ്റെ വലതു ഭാഗത്ത് യേശുവിനെ കണ്ടു. കർത്താവെ എന്നോട് ക്ഷമിക്കണം, ഈ വെളിപ്പെടുത്തരാം. അവിടെ തേജസ്സോടുകൂടി കണ്ട കർത്താവിൻ്റെ സ്ഥാനത്ത് ദൈവ മഹത്വം കണ്ട ആ മഹത്വത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവൻ യേശു. വലതു ഭാഗമെന്ന് പറഞ്ഞത് അവൻ
അധികാരത്തിൽ തിരികെ കരേറി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വന്ന് വിളങ്ങി തിരികെ അവൻ ആ രാജകീയ സിംഹാസനത്തിലേക്ക് പോയി നിൽക്കുന്നതാണ്. വലതുഭാഗം എന്ന് പറഞ്ഞാൽ അധികാരം. അവൻ തിരികെ അധികാരത്തിൽ കരേറി. ഈ ബൈബിൾ കോളേജിലൂടെ പഠിച്ച ഈ പുരോഹിത വർഗം മുഴുവൻ ആത്മക്കണ്ണ് അടഞ്ഞു പോയതാണ്. ക്രൂശിലെ കള്ളനുണ്ടായിരുന്ന വെളിപ്പാട് പോലും ഇന്നത്തെ സഭാ പുരോഹിതന്മാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ന്യായവിധിക്കായി പറയുന്നു, ക്രൂശിലെ കള്ളനുണ്ടായ വെളിപ്പാട് പോലും നിങ്ങൾക്കില്ല. അവരുടെ കീഴിലിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ദൈവവചനത്തോടൊപ്പം നിൽക്കുക. നിങ്ങളെ തകർക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെ ഇടയിലല്ല നിൽക്കുവാനുള്ളത്. ആ ക്രൂശിലെ കള്ളൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. അവൻ ക്രൂശിലെ കള്ളൻ കണ്ട കാര്യമാണ് ഈ സ്തേഫാനോസ്. പരിശുദ്ധാത്മാവിലാണ് സ്തേഫാനോസ് കണ്ടതെങ്കിൽ ഈ ക്രൂശിലെ കള്ളന് യഥാർത്ഥ സ്നാനപ്പെട്ടത് അവനാണ്. നമ്മൾ പ്രതീകാത്മകമായി ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനം, അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ ഒരു പാപിയാണെന്ന് ഏറ്റു പറയുന്നുണ്ട്. മറ്റവൻ നിഷേധിക്കുന്നു. സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ നിഷേധിക്കുന്നുവോ, അവൻ പാപിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ പറയാണ്, അടുത്തവൻ പറയുന്നത്, യേശുവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവയാണ് ഈ ഇറങ്ങി വന്നിരിക്കുന്നതെന്നും അവനാണ് എനിക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുന്നതെന്നും കണ്ട ഒരുവനാണ് ആ ക്രൂശിലെ കള്ളൻ. അവന് പിടികിട്ടി നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൻ കണ്ടത് ഇതേ കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോഴും പരിഹസിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാ ലഭിച്ചവരല്ല, നിങ്ങളെയും വെച്ചിരിക്കുന്നു, നിങ്ങളെയും വേണം. ഇതിനിടയ്ക്ക് ആത്മാവിൽ ദരിദ്രനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. ക്രൂശിലെ കള്ളം പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ഈ ക്രൂശിൽ കിടക്കുന്നവൻ കള്ളനല്ല, ബേൽസബൂലല്ല, ഭൂതം പിടിച്ചവനല്ല, ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവയാണ്. അപ്പോൾ അവൻ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ യേശുവിനെ സൃഷ്ടികർത്താവ് അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചതിനെ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു. അവനോട് ഇനി സ്നാനം. എന്താ സ്നാനം? യേശു അത് കഴിഞ്ഞിട്ട് മരിക്കുന്നു, അവനും മരിക്കുന്നു, യേശുവിനെ അടക്കുന്നു, അവനെ അടക്കുന്നു, യേശു ഉയർക്കുന്നു, അവനെ ഉയർപ്പിക്കുന്നു. ഇതാണ് സ്നാനം. നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനം വേണമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാ ഈ ഒരു നാമത്തിൽ സ്നാനപ്പെട്ടിട്ടും തെറ്റായ മന്ന കഴിച്ചിരുന്നാലും മരണമാണ്. ഈ നാമത്തെ നിഷേധിക്കുന്ന എല്ലാ പുരോഹിതന്മാരെയും എതിർ ക്രിസ്തുക്കളാണ്, മരണത്തിനായി വെച്ചിരിക്കുകയാണ്. അവരുടെ ഇടയിൽ കർത്താവ് നിങ്ങളെ ഇതുവരെയും പരിപാലിച്ചില്ലേ? ഇപ്പോഴെങ്കിലും വെളിപ്പെടുന്നെങ്കിൽ വിളിക്കുക, കർത്താവ് യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുക, കർത്താവിന്റെ ആത്മാവിനോട് ചേർന്ന് പോവുക. അവന് കർത്താവ് ഉടൻ പറഞ്ഞു, നീ ഇന്ന് എന്നോടൊപ്പം പരീക്ഷയിലിരിക്കും. യേശുവിന് മനസ്സിലായി താൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ വിവരം പോലെ ഈ പണ്ഡിതന്മാർക്കില്ല, ജ്ഞാനികൾക്ക് സ്വയം പുകഴ്ച. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഡോക്ടറാണ്, ആക്ഷരികമായ ഒരു ഡോക്ടറാണ്, ബൈബിൾ കോളേജിന്റെ ഡോക്ടറാണ്, ഡോക്ടറേറ്റ് കിട്ടിയതാണ്, PTH എന്തൊക്കെയോ പറയുന്നു. സംസാരിച്ചപ്പോൾ അദ്ദേഹം ശരിക്ക് കളിയാക്കി. 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. സ്തേഫാനോസ് നോക്കിയപ്പം ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു, അതായത് ദൈവം ഉണർന്നിരിക്കുന്ന വലതുഭാഗത്ത് അധികാരം. യോസേഫ് ഫറവോന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി അവൻ അധികാരത്തിൽ കരേറി. ആ ക്രൂശിലെ കള്ളം പറഞ്ഞ് രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെയാണ് അവിടെ പറയുന്നത്, ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് ഒരുവനെ അവിടെ ഉള്ളൂ. ആ ദൈവമഹത്വത്തിന് ഉള്ളിൽ കണ്ടത് യേശു ക്രിസ്തു എന്ന മരണത്തിനായി തന്നെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി ഇസ്രായേൽ നടക്കുന്ന സംഭവം. അതുകൊണ്ടാണ് ഇതിനിടയിൽ പറയുന്നത്, ഈ അവസാന സമയത്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇനി ഒരു അടയാളം കൂടെ പറഞ്ഞുതരാം. അടുത്ത് യേശുവിനെ കണ്ടു. 7:56 ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവിടെ യേശു എന്ന് പറഞ്ഞു. ഇത് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നീട് നമ്മൾ സഭയെ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ ഈ തരത്തിലും ദൈവം ഈ 2 രീതിയിൽ തന്നെ പറയുന്നത്. ഒരിടത്ത് ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു എന്ന് പറയുന്നു, നിൽക്കുന്നത് കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഇത് എന്തിനാണെന്ന് പിന്നീട് പറയാം. അപ്പൊ നോക്കുക, പരിശുദ്ധാത്മാവിലായിട്ടല്ലാതെ ഇവയെ ഗ്രഹിക്കില്ല. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത്? നമ്മൾ അപമാനിക്കാനായിട്ട് ഇതെല്ലാം പറയുമ്പോൾ 3 ആക്കാൻ അവരെടുക്കുന്നതാണ്. ഇനി ഒരു വചനം നോക്കാം. ദാവീദിന്റെ കാര്യമാണ്. 7:55 അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു, അവനെ നഗരത്തിൽ തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. ഇന്നും നിങ്ങളിലും ആരെങ്കിലും ഈ ദൈവത്തിന്റെ വെളിപ്പാട് ലഭിക്കുന്നെങ്കിലും മഹാപുരോഹിതന്മാരും ഈ വിശ്വാസികളും ബന്ധുക്കളും സ്വന്തക്കാരും സകലതും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കും. നോക്കൂ, അവർ ഓടി പാഞ്ഞു വന്ന എന്താ? ഈ ബേശിയുടെ പുത്രൻ എന്ന് പറഞ്ഞ് കൊന്നവൻ ദൈവസിംഹാസനം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അടിക്കാൻ വന്നത്. അത് തന്നെയാണ് ഈ പിതാവാണ് പുത്രനെന്നും പുത്രനാണ് പരിശുദ്ധാത്മാവെന്നും പറഞ്ഞ 3 ആക്കുന്നവർ നമ്മെ കല്ലെറിഞ്ഞു കൊല്ലും. അവർ നമ്മെ പരിഹസിക്കും. എൻ്റെ നാമനിമിത്തം നിങ്ങൾക്ക് പഴി ദൂഷി നിന്ന പരിഹാസമുണ്ട്.
അവർ നമ്മെ പരിഹസിക്കും, നിങ്ങൾ കരയും, അവരോ സന്തോഷിക്കും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്വർഗത്തിൽ ഒരു വീടും ദൈവരാജ്യത്തിൽ പൗരത്വമുണ്ട്. ഈ തെറ്റായി പഠിപ്പിക്കുന്നവരെയും തിരുവത്താഴം കഴിക്കുന്നുണ്ട്, സ്നാനം ശരി, പക്ഷേ ഒരുപാട് ദൈവിക വെളിപ്പാടുകൾ തെറ്റാണ് അവർ പഠിപ്പിക്കുന്നത്. വചനത്തിന്റെ വെളിപ്പാടല്ല പഠിപ്പിക്കുന്നത്. നോക്കൂ, അവരെ കല്ലെറിഞ്ഞു. ഇതുപോലെയാണ് യേശു പറഞ്ഞത്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കല്ലെറിഞ്ഞു. ഇവിടെ നോക്കൂ, അതായത് യേശു പറഞ്ഞു ഞാൻ പോയി മടങ്ങി വന്ന് അവൻ ദൈവസിംഹാസനത്തിൽ പോയി തിരികെ കരയേറിയതിന് ശേഷം തിരികെ വരുന്നു. ഇനി നോക്കാം, ഇതാണ് ക്രൂശിലെ കള്ളൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തിയിൽ 20:28 നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവേൻ. ഒരു മർമ്മപ്രധാന ഭയങ്കര ആ സമയത്തെ പറയുകയാണ്, നിങ്ങളെ തന്നെയും ഞാൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന, അതായത് കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ മാത്രമാണ്, അവകാശപ്പെടുന്നവരല്ല. സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ പോയ ശേഷം അപ്പോസ്തലന്മാർ പറയാണ്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:17-18 മുതൽ തന്ന യേശുക്രിസ്തു നാമ സ്നാനത്തിൽ നിഷേധിക്കുന്നവർ മുഴുവനും ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് ഈ മഹാപുരോഹിത വർഗം. ഈ അവസാന നിമിഷങ്ങളിൽ ഇത് പറഞ്ഞു തരുമ്പോഴെങ്കിലും ആർക്കെങ്കിലും വിശ്വസിക്കും. ബൈബിൾ കോളേജിൽ പഠിച്ച് BTH ഒക്കെ എടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന പലരും ഇത് കേട്ട് വിശ്വസിച്ചൊന്ന് സ്ഥാനപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാം, പലരും തിരിച്ചു തന്നെ പോയി, ഒരു ഉപയോഗമില്ല. നിക്കോദോമസ് വന്ന് പറഞ്ഞതുപോലെ പലരും തിരിച്ചു പോയി, ഒരു ഉപയോഗമില്ല. മരണപര്യന്തം അറിഞ്ഞ ദൈവിക സത്യത്തിൽ വെളിപ്പാടിൽ ഉറച്ചു നിൽക്കുക. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. കണ്ടോ, നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും, പുറത്തുനിന്ന് വരും. അവർ തന്നെ മഹാപുരോഹിതന്മാരാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തു നാം അശേഷം മിണ്ടരുത്. അടുത്ത് ഗലാത്യർ 1:6 ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ഈ കലക്കി എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത്, ഒന്നാമത്തെ കുതിരപ്പുറത്ത്, രണ്ടാമത്തെ, മൂന്നാമത്തെ കുതിരപ്പുറത്ത് വന്ന സവാരിക്കാരൻ 3 നിറം, വെള്ള, പച്ച, ചുവപ്പ്, ഈ 3 നിറവും കൂടെ കൂട്ടിക്കുഴച്ച ഏതാണ് ശരിയെന്നറിയാത്തൊരു കാലമാണ് ഇപ്പോൾ ലവോദിക്ക സഭാകാലം. അവരുടെ ഇടയിലാണ് ഈ ചെറിയ വെളിച്ചമാകുന്ന ഈ സത്യം വിളിച്ചു പറയുന്നത്. ഈ ചെറു വെളിച്ച നക്ഷത്രം നിങ്ങളെ വലിയ വെളിച്ചമാകുന്ന കർത്താവ് യേശുക്രിസ്തു അടുക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തു നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നോക്കൂ, സ്വർഗത്തിൽ നിറങ്ങുന്ന ദൂതനാണ് സാത്താൻ. അവൻ തന്നെയാണ് ഇത് മുഴുവൻ തെറ്റിച്ചിരിക്കുന്നത്. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, ഞങ്ങൾ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞതുപോലെ ഞാൻ അതിന് ഉറപ്പിക്കുകയാണ്, പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കണ്ട സുവിശേഷത്തിന് വിപരീതമായ ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ട എന്ന് പറയുന്ന മഹാപുരോഹിതന്മാരെ നിങ്ങളെ നോക്കി വചനം ദൈവം പറയുന്നു, നിങ്ങൾ ശപിക്കപ്പെട്ടവർന്ന്. ദൈവവചനം ഇതെടുത്ത് പഠിപ്പിക്കാതാണ് എൻ്റെ ദൗത്യം. ഇനി 1 യോഹന്നാൻ 4:6 ഞങ്ങൾ അപ്പോസ്തലന്മാർ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ. ഈ ദൈവം ആരാണ്? അവൻ തന്നെയാണ് പുത്രനായിട്ട് വന്നത്, അവൻ തന്നെ പരിശുദ്ധാത്മായിട്ട് വന്നത്. ഇങ്ങനെ അറിയുന്നവൻ, അത് കർത്താവ് യേശുക്രിസ്തു നാമം സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മ ലഭിച്ച അപ്പോഴാണ് ഇത് അറിയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറേശ്ശെ അറിയുന്നുള്ളൂ, പൂർണ്ണമായി ഇതിപ്പോൾ അംശമായി അറിയുന്നു. അംശമായതാണിത്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. 3 3 3 എന്ന് പഠിപ്പിച്ചു, 3 ചേർന്ന് 1 എന്ന് പഠിപ്പിച്ചു. ഇത് അംശമായത്, അതിന്റെ പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങിപ്പോകണം. ഇപ്പോൾ നോക്കുക, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ഇത് യോഹന്നാൻ സുവിശേഷം 8:47 യേശു പറഞ്ഞു, നിങ്ങൾ ദൈവസന്തതി അല്ലായയാൽ നിങ്ങൾ കേൾക്കുന്നില്ല, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായയാൽ കേൾക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വേണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ദൈവസന്തതിയാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ലഭിക്കുന്നവനാണ് ദൈവത്തിന്റെ മക്കൾ. അവർ പറഞ്ഞു, നിങ്ങൾ ദൈവസന്തതി അല്ല, പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ വേണ്ട എന്ന് പറയുന്നത്. ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്ക് അല്ലെങ്കിൽ മുൻകുറിക്കപ്പെട്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. അവർക്കൊക്കെ ഇപ്പൊ ദേഷ്യം വരുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. എന്താ ദൈവത്തിന്റെ വചനം പറയുവാൻ ഒരുവനെങ്കിലും വേണം, ലജ്ജയില്ലാതെ. അടുത്ത നിമിഷം യോഹന്നാൻ സ്നാപകനെ വരെ കഴുത്ത് വെട്ടിരുന്നാലും മരണപര്യന്ത വിശ്വസനായിരിക്കുക, ജീവകിരീടം പ്രാപിക്കും. അതുകൊണ്ട് ഈ മഹാപുരോഹിതന്മാരെ
നിങ്ങളുടെ ഈ വേഷമൊന്ന് അഴിച്ചു വെച്ചിട്ട് ഈ നീതിയുടെ വസ്ത്രം ധരിക്കൂ. ആട്ടിൻതോലിന്റെ ചെന്നായ്ക്കളുടെ വസ്ത്രമാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ദൈവത്തിന് ജനമുണ്ടെങ്കിൽ അവർ പുറത്തു വരും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ശരിയായ രീതിയിൽ വഴി നടത്തുക. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് എത്രയും മറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഈ വിശ്വാസ സ്നാനമെല്ലാം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് എത്രേ, അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവിൻ. ഇതാ വീണ്ടും പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ സുവിശേഷം ഒരിക്കൽ എന്നും അപ്പോസ്തല പ്രവൃത്തി മുതൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 2:38, 8:16, 10:48, 19:5 ഞങ്ങൾക്ക് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു എന്ന എന്നത് മറ്റൊരിക്കൽ ഇല്ല എന്നല്ല. ഈ സഭകൾ മുഴുവൻ പഠിപ്പിക്കുന്നു, അല്ല എന്ന് പഠിപ്പിക്കുന്നു. യേശു അല്ല പരിശുദ്ധാത്മാവെന്ന് പഠിപ്പിക്കുന്നു. എതിർ ക്രിസ്തു, അവളെ വിട്ട് പോരുവിൻ. മാളിക മുറിയിൽ വെച്ച് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ പറഞ്ഞതാണ് യേശു ക്രിസ്തു നാമത്തിലെ സ്നാനം. അതായത് നിങ്ങൾക്കൊന്ന ഈ യേശു തന്നെ കർത്താവും ക്രിസ്തുവുമായിരിക്കുന്നു എന്ന്. ആ സ്നാനത്തിന് തുടർന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് കേട്ടിട്ടാണ് ആ ജനം കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്നാനപ്പെട്ടത്. യോഹന്നാൻ 16:7 എന്നാൽ ഞാൻ നിങ്ങളുടെ സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഇതെല്ലാം ആദ്യം മരണത്തിനായി പറയും, പിന്നെ പരിശുദ്ധാത്മാവെന്ന്. നിങ്ങൾ മരണത്തിനായി പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ദുഃഖിക്കേണ്ട. പരിശുദ്ധാത്മാവിനെ പറയുന്നു, നിങ്ങളെ വിശ്വാസത്തിനാണ് സ്വീകരിക്കുക, പരിശുദ്ധാത്മാവ് പ്രാപിക്കുക, ദൈവാത്മാവിനാൽ വഴി നടത്തപ്പെടുക. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവിശ്വാസികളായ, ഇതിൽ വിശ്വസിക്കാത്ത ജനത്തെ ബോധം വരുത്തും. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ സംസാരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ സ്നാനപ്പെട്ടിട്ട് തെറ്റായ ഉപദേശം അനേകം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. എന്തിനാണ്? പാപത്തെക്കുറിച്ച്. എന്താ പാപം? ദൈവത്തിൻ്റെ വചന വിരുദ്ധമായിട്ടുള്ള പഠിപ്പിക്കലാണ് പാപം. അത് നീതിയെ ലഭിക്കില്ല. ശരിയാണ് നീതി എന്നതും. പിന്നെന്താ? ഇത് ശരി വിശ്വസിച്ചില്ലെങ്കിൽ ന്യായവിധി വരും. ഈ വചനം വെച്ച് തന്നെ ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഇതേ യേശു ക്രിസ്തു തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. ബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. നോക്കൂ, അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും, യോഹന്നാൻ 8:24 KJ വേർഷൻ, ഞാൻ തന്നെ അവനെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ ഈ പുത്രൻ തന്നെയാണ് പിതാവെന്നും പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്നും വിശ്വസിക്കാതിരുന്നാൽ പാപമാണ്. അത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്, യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോഴാണ് ഇത് 3 അല്ല 1 മനസ്സിലാക്കുന്നത്. 3 മനസ്സിലാക്കുന്നുവെങ്കിൽ യോഹന്നാൻ 16:9 പറയുന്നു, അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. കണ്ടോ? ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഒന്ന് വെളിപ്പെടുത്തി തരുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 2:37 ഇത് കേട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, അതായത് നിങ്ങൾ ക്രൂശിച്ച യേശു ഇപ്പോൾ ദൈവം എന്നവിടെ ചേർത്തിട്ടുണ്ട്, കർത്താവും ക്രിസ്തുവും. അപ്പൊ പഴയ നിയമത്തിലെ പിതാവാണ് കർത്താവ്. ആര്? ഈ നിങ്ങൾ ക്രൂശിച്ച യേശു. ഇപ്പൊ ആദ്യം ആക്ഷരികമായി പറയാം, നിങ്ങൾ ക്രൂശിച്ച പുത്രൻ ഇപ്പോൾ പിതാവും പരിശുദ്ധാത്മാവുമായിരിക്കുന്നു എന്ന് എഴുതി വച്ചിരുന്നെങ്കിൽ എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ ക്രൂശിച്ച യേശു ഇപ്പോൾ കർത്താവും ക്രിസ്തുവും. അവിടെ വെളിപ്പാടുണ്ടായിരുന്നവർക്ക് മനസ്സിലായി, ഞങ്ങൾ ക്രൂശിച്ച മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ് ക്രൂശിച്ചവൻ തന്നെയാണ് സൃഷ്ടികർത്താവ്, അവൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് ദേ ഇപ്പൊ വന്നിരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2:36 പത്രോസ് പറഞ്ഞത്. പറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ അവർക്ക് ബോധമെന്ന് ചോദിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷകനെ ഞങ്ങൾ കാത്തിരുന്ന മശീഹയെ തന്നെ കൊന്നുകളഞ്ഞല്ലോ. അതുപോലെ ഞാൻ ഇതുവരെയും പറഞ്ഞ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 അല്ല 1 എന്ന് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് നിങ്ങൾ അടുത്ത് ചോദിക്കേണ്ടത് ഇനി എന്ത് ചെയ്യണം? 38 പറയുന്നു, പത്രോസ് അല്ല അവരോട്, പത്രോസ് എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് അവരോട്. ഇനി കുറച്ചുകൂടെ അടുപ്പിച്ച് പറഞ്ഞാലോ, യേശു ക്രിസ്തു അവരോട്. വീണ്ടും കുറച്ച് പറഞ്ഞാലോ, ദൈവം അവരോട്. ഈ സ്വർഗസ്ഥനായ ദൈവം തന്നെ പുത്രനിൽ സംസാരിച്ചത്. ആ പുത്രൻ പറഞ്ഞിട്ട് തന്നെയാണ് പരിശുദ്ധാത്മാ, അത് പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോസ്തലനുള്ളിൽ ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, എന്താ നിങ്ങൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ, ഇനി നിങ്ങൾ മാനസാന്തരപ്പെടുക, ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. അങ്ങനെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, അത് ഒരിക്കലായി എന്നേക്കുമായി അതിനെ കുഴിച്ചു കിട്ടുകൊണ്ട് നിങ്ങൾക്ക് പുനരുദ്ധാനത്തിൽ ജീവന്റെ പുതുക്കത്തിൽ പോകുവാനും ജീവന്റെ പുതുക്കത്തിൽ വഴി നടക്കുവാനും ഓരോരുത്തർ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. എഫേസ്യർ 1:14 നോക്കൂ. സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് മുദ്രയാണ്. സ്നാനമേറ്റ് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. തെറ്റായ മന്ന കഴിക്കുന്നവർ ശരിയായ കഴിക്കുമ്പോഴേ ആത്മാവിൽ ജീവൻ പ്രാപിക്കുകയും മുദ്രയേൽക്കുകയും ചെയ്യുള്ളൂ. ഇല്ലാതെ മുദ്രയേൽക്കില്ല. അപ്പോഴും നിങ്ങൾ മനുഷ്യരെയോ പുരോഹിതന്മാരെയോ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വേണ്ടപ്പെട്ടവരെയോ ആണെങ്കിൽ നിങ്ങൾക്ക് വചനം വലുതേയല്ല. നിങ്ങൾക്ക് പപ്പ വലുത്, അമ്മ വലുത്, പുരോഹിതൻ വലുത്, വിശ്വാസികൾ വലുത്, നിങ്ങളുടെ ജോലി വലുത്, ഡിഗ്നിറ്റി വലുത്, സൗഭാഗ്യം വലുത്, സമ്പത്ത് വലുത്, വീട്, ബംഗ്ലാവ്, കാറ്, ഇതെല്ലാം വലുത്. നിങ്ങൾക്ക് ഈ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തു വലുതേ അല്ല. ഇതുപോലെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ മാറോട് ചേർക്കുന്നത് പോലെ നിന്നെ എൻ്റെ മാറോട് ചേർക്കാൻ എത്ര വട്ടം കൊതിയായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. ഈ പഴയ നിയമത്തിലെ തെറ്റിപ്പോയപ്പോഴെല്ലാം ഇവരെ മാറോട് ചേർക്കാൻ ആഗ്രഹിച്ചത് യേശു ക്രിസ്തു എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ വെളിപ്പെട്ടത് മുഴുവൻ യഹോവയായ ദൈവം ചെയ്തതാണ്. എത്ര വട്ടം കൊതിയായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ടാണ് ഞാനും ജഡരക്തങ്ങളോടുകൂടി ഇറങ്ങി വന്നത്. അങ്ങനെ സ്നാനമേറ്റ് വരുന്ന പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഇതാണ് ക്രിസ്തുവിൻ്റെ മുദ്ര. രണ്ട് മുദ്രയില്ല. പരിശുദ്ധാത്മാവ് എന്ന ആക്ഷരിക വാക്കിന്റെ ആത്മീക നാമമാണ് ക്രിസ്തു. അത് യേശു ആണെന്ന് ക്രിസ്തു എന്ന് പഠിപ്പിച്ച് നടന്നു. നോക്കൂ, 2 കൊരിന്ത്യർ 1:21. ഞങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയേറ്റ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ മുദ്ര ലഭിച്ച ഞങ്ങളെ നിങ്ങളോടുകൂടെ, അതായത് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു എന്ന സഭയോട് പഠിപ്പിക്കുകയാണ്. അപ്പൊ പുരോഹിതനും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ ലഭിച്ചു. മുൻപിൽ നിൽക്കുന്ന വിശ്വാസികളും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ ലഭിച്ചവർ പറഞ്ഞു. 2 കൊരിന്ത്യർ 1:21 ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും. കണ്ടോ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. ഇത് ആക്ഷരിക ഭാഷ, ഇത് ആത്മാവിന്റെ ഭാഷ, ദൈവിക ഭാഷ, ആത്മീക നാമം. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും. കണ്ടോ, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ. ഈ പരിശുദ്ധാത്മാവ് നോക്കൂ, യേശു തന്നെ ക്രിസ്തു, അതായത് പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിൽ നിന്നുള്ളവൻ. പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് എന്ന് വേറെ എന്ന് പഠിപ്പിക്കുന്നവൻ എതിർ ക്രിസ്തു. നിങ്ങൾക്ക് എങ്ങനെ അവിടെ അടങ്ങിയിരിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം ഇരിക്കുക. ഫേബ രാജ്ഞി ഒരു അറുതിയിൽ നിന്ന് മറ്റേ അറുതി വരെ വന്നത് ആ കാലത്ത് ശലോമൻ, അതായത് അത്രത്തോളം ജ്ഞാനമുള്ള വേറൊരുവനില്ലാത്തതുകൊണ്ട് ഒരു അറുതിയിൽ നിന്ന് മറ്റൊരു അറുതി വരെ വചനത്തിന് വേണ്ടി ഓടിയെങ്കിൽ ഇന്നും എത്ര തന്നെ ദൂരെ ആയിരുന്നാലും ഇതുപോലെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. അതല്ല, നിങ്ങളുടെ സഭ മുഴുവനായി മാറി ഇതേ വെളിപ്പാട് പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കുക. ഇല്ലെങ്കിൽ എത്ര തന്നെ ദൂരെ ആയാലും സത്യം നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. അവൻ നമ്മെ മുദ്രയിട്ടും. എന്തിലാ? പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പിന് നാൾ വരെ മുദ്രയിട്ടു. ആ പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:22 അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നുമിരിക്കുന്നു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 4:8 പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു, ജനത്തിന്റെയും പ്രമാണികളെ മൂപ്പന്മാരായുള്ളവരെ. പത്രോസിനെ എതിർത്തവരാ. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറയുന്നതിന് ആക്ഷരികമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ആത്മീക നാമം നോക്കാം. 1 കൊരിന്ത്യർ 12:3 ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. അപ്പൊ സംസാരിക്കുന്നത് ദൈവാത്മാവിനാൽ. ലൂക്കോസ് 1:67 അവന്റെ അപ്പനായ സഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സംസാരിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സംസാരിച്ചു എന്ന് പറയുന്നതിന്റെ ആത്മീക നാമം നോക്കാം. 2 കൊരിന്ത്യർ 2:17 പറയുന്നു, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഇത് 3 പഠിപ്പിക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയായാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു എന്ന് പറയുന്ന ആക്ഷരിക നാമത്തിന്റെ ആത്മീയ നാമം ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഇത് തന്നെയാണ് പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. യേശുവാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി ഇടുകയില്ല, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇരിക്കുന്നു വെച്ചാൽ ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ സ്നാനമേറ്റ് പരിശുദ്ധാത്മ ലഭിച്ചവന് മാത്രം മനസ്സിലാകും അത് പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ക്രിസ്തുവാണ്. ഇത് 3 പഠിപ്പിക്കുന്നവരെല്ലാം ദൈവജനമല്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സംസാരിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവെ, ഇത് കേട്ടത് ഗ്രഹിപ്പണ്ടക്കണ്ണുടെ ഹൃദയ കണ്ണ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശരിയെന്ന് ബോധ്യമാവുന്നവർ വിളിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.